മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നിലമരുതൂർ ഹൈസ്കൂളിൽ നിന്നും 36 വർഷങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ്സിൽ നിന്നും പടിയിറങ്ങിയവരുടെ കൂട്ടായ്മയായ മാവേലി ബാച്ചിന്റെ രണ്ടാമത്തെ കുടുംബ സംഗമം തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ച് നടന്നു. സംഗമം തിരൂർ SHO മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ തിരക്ക് പിടിച്ച സാഹചര്യത്തിലും ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകാൻ പ്രയത്നിച്ച മാവേലിന്റെ സംഘാടകരെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇതിൽ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. 36 വർഷങ്ങൾക്ക് മുമ്പേയുള്ള ബന്ധം അത് ദൃഢമാക്കി വിട്ടുപോയ പല ബന്ധങ്ങളും കൂട്ടിയോജിപ്പിച്ചു. സത്യസന്ധമായിട്ട് പറയാം, എൻ്റെ 10ാം ഞാൻ ഇത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ 8 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത് എൻ്റെ SSLC ബാച്ച്. പക്ഷേ ആ ബാച്ചൊന്നും ഇപ്പോൾ ഇല്ല. ആ ബാച്ചിൽ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം ഞാൻ +2 പ്രീ ഡിഗ്രി കഴിഞ്ഞു. ആ പ്രീ ഡിഗ്രിയിലെയും ഗ്രൂപ്പൊന്നുമില്ല. വളരെ കുറച്ച് എണ്ണപ്പെട്ട ആളുകളെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. പക്ഷേ ഈ ഒരു കൂട്ടായ്മ അത് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. മഴവില്ലിനൊരു പ്രത്യേകത, വ്യത്യസ്ത കളറുകളാണ്. പലപ്പോഴും ഓണത്തിന് പോകുമ്പോൾ പറയുന്ന വാക്കാണ് ഓണത്തിൻ്റെ ഭംഗി ഓണപ്പൂക്കളമാണ്. അതിൻ്റെ കാരണം അതിൻ്റെ വ്യത്യസ്തമായ കളറുകളാണ്. ശരിയല്ല, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കളറുകളുടെ കോമ്പിനേഷനാണ് അതിൻ്റെ ഭംഗി. അതുപോലെ തന്നെ മഴവില്ലിൻ്റെ ഭംഗി വ്യത്യസ്തമായ കളറുകളുടെ കോമ്പിനേഷനാണ്. വ്യത്യസ്തമായ സ്ഥിതിഗതിയിൽ വരുന്ന ആളുകൾ, വ്യത്യസ്ത വേഷവിധാനത്തിൽ നിന്ന് വരുന്ന ആളുകൾ, വ്യത്യസ്ത മതത്തിലുള്ളവർ, ഇവരെല്ലാം കൂടുമ്പോഴാണ് എപ്പോഴും അതിന് ഭംഗി. അതുപോലെ തന്നെയാണ് ഈ കൂട്ടായ്മയുടെയും ഭംഗി. കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ഇത്തരം കൂട്ടായ്മകൾ എടുത്തു പറയാൻ പറ്റിയ ഒരു കൂട്ടായ്മയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. വരും കാലങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ അർഹതപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാവേലി ബാച്ച് ചെയർമാൻ നജീബ് തിരൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുട്ടികളുടെ കലാകായിക പരിപാടികളും തിരൂർ ബീറ്റ്സ് ടീം അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി. കുടുംബസംഗമത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ നറുക്കെടുപ്പിലെ വിജയികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. മുഹമ്മദ് ഷംസീർ, മുസാഫിർ അഹമ്മദ്, സുലൈഖ കെ, സുഗുണൻ കെ എന്നിവർ സംസാരിച്ചു. മുനീറ വി പി സ്വാഗതവും സെമീറ പൊന്നാനി നന്ദിയും പറഞ്ഞു.